Hi friends, welcome to Magnum Academy's YouTube channel. So, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻഷുറൻസ് എന്താണെന്നും ഇൻഷുറൻസിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നമുക്കിനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ certain കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇൻഷുർഡ് കമ്പനിയും ഇൻഷുറൻസ് പാലിക്കേണ്ട certain നിബന്ധനകളുണ്ട്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Principles of insurance നമ്മൾ 7 ആയി തരംതിരിച്ചിരിക്കുന്നു. First one is principle of utmost good faith, principle of insurable interest, principle of indemnity, principle of contribution, principle of subrogation, principle of mitigation, and the last one is principle of coxo proxima അല്ലെങ്കിൽ principle of nearest cause എന്നും പറയും. സോ ഇനി നമുക്ക് എല്ലാ പ്രിൻസിപ്പിളും എന്താണെന്ന് വിശദമായി പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്? ഈ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന്റെ ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ആർ ദ കോൺട്രാക്ട്സ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ബോത്ത് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് ഇൻഷുർ ആൻഡ് ദ ഇൻഷുറർ മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് നമുക്കറിയാം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആണ്. അതായത് ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് ഇരു പാർട്ടികളും അതായത് ടു പാർട്ടീസ് അവരെല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി പരസ്പരം അന്യോന്യം ബോധിപ്പിച്ചിരിക്കണം. അതായത് ഒരു വിവരങ്ങളും നമ്മൾ മറച്ചു വെക്കാൻ പാടുകയില്ല. സോ മറച്ചു വെക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന് എതിരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ആ കമ്പനിയോട് അല്ലെങ്കിൽ ഞാൻ ഇൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയോട് എനിക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്നും എന്തെല്ലാമാണ് അതിന് ചികിത്സകളെന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കണം. സോ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? According to this principle, the insured must have insurable interest in the subject matter of the insurance. അതായത് ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിഗതയെ തന്നെ ഇൻഷുർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതായത് ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ മാറ്ററോ പ്രിൻസിപ്പിൾ നമ്മൾ എന്താണ് ഇൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വ്യക്തമായ ഒരു പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കുന്നതായിരിക്കണം. അതായത് അല്ലെങ്കിൽ ആ സ്ഥാപനം ഇൻഷുർ ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് തോന്നണം. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ മാൻ ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് ഓൺ ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് ഹിസ് വൈഫ് ഈസ് സിമിലർലി ദ വൈഫ് ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഹസ്ബൻഡ്സ് വൈഫ്. സോ എന്താണ് നമുക്ക് നോക്കാം. അതായത് ഉദാഹരണം പറയുമ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവനിൽ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു നഷ്ടവും വരാത്ത രീതിയിൽ നമ്മൾ സ്വയം ഇൻഷുർ നമ്മൾ ചെയ്യുന്നതാണ്. സോ ആ ഒരു വ്യക്തി ഇൻഷുർ ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മാതാവിനോ മറ്റൊരു അയാളെ തന്നെ ഇൻഷുർ ചെയ്യാൻ അയാളുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാകും. സോ അങ്ങനെ ഒരു താല്പര്യം നമ്മൾ ഇൻഷുർ ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം. സോ അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി? സോ ദ വേർഡ് ഇൻഡെമിനിറ്റി മീൻസ് കോമ്പൻസേറ്റിംഗ് സംബഡി ഫോർ ദ ആക്ച്വൽ ലോസ് സഫേർഡ് ബൈ ഹിം. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നഷ്ടം നികത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. നമ്മുടെ നഷ്ടത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നഷ്ടത്തിൻ്റെ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചു ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിക്ക് ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥാപനം ഞാൻ 20 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു. സോ ആ സ്ഥാപനത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും എനിക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. സോ ഞാൻ അത് ക്ലെയിം ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും 20 ലക്ഷത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പകരം അത് പ്രോപ്പർ കണ്ടീഷൻ അതായത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ വേണ്ടി എനിക്ക് 5 ലക്ഷം രൂപയും മുടക്കുള്ളൂ. സോ ആ 5 ലക്ഷം രൂപ മാത്രമേ എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ? The same subject matter may be insured with one or more insurer. In such case, the insurance claim to be paid to the interested must be shared contributively by all insurers in proportion of the amount of sum assured. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ഥാപനം തന്നെ നമ്മൾ പല കമ്പനികളിലായിട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്കൊരു സ്ഥാപനത്തിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. അതായത് 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇൻഷുർ ചെയ്ത് എൻ്റെ സ്ഥാപനത്തിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള അതായത് ഞാൻ ഇൻഷുർ ചെയ്ത കമ്പനിയിൽ നിന്ന് ഏത് കമ്പനിയിൽ നിന്നും എനിക്ക് എത്രയാണോ ഇപ്പോൾ 20 ലക്ഷം രൂപയും എനിക്ക് നഷ്ടം സംഭവിച്ചെന്ന് കരുതുക. സോ ആ 20 ലക്ഷം രൂപയും എനിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് അതായത് ഞാൻ ഇൻഷുർ ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്ക് ഈടാക്കാവുന്നതാണ്. അതേസമയം ഞാൻ 3-4 കമ്പനികളിൽ ഈ സ്ഥാപനം തന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മാക്സിമം
ക്ലെയിം ചെയ്യാൻ പറ്റുന്ന തുക 20 ലക്ഷം രൂപയാണ്. സോ 20 ലക്ഷം രൂപ ഞാൻ എല്ലാ കമ്പനികളും ക്ലെയിം ചെയ്യുമ്പോൾ എല്ലാവരും നമുക്ക് 20 ലക്ഷം തരില്ല, പകരം എല്ലാവരും കൂടിയിട്ടായിരിക്കും നമുക്ക് 20 ലക്ഷം രൂപ നമ്മുടെ നഷ്ടം നികത്തുന്നത്. സോ അതിനാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ? According to this principle, once the claim of the insured has been settled, the ownership right of the subject matter of insurance passes to the insurer. അതായത് ഇപ്പോൾ നമ്മൾ ഇൻഷൂർ ചെയ്ത ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വണ്ടികൾക്കോ നഷ്ടം സംഭവിച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു കാർ ഇൻഷൂർ ചെയ്ത് ഞാനത് ഉപയോഗിക്കുന്ന സമയത്ത് ആ കാർ ആക്സിഡൻ്റ് ആയി ടോട്ടൽ ലോസ് ആയി എന്ന് വിചാരിക്കുക. സോ നമുക്ക് ഇൻഷൂർ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ആ കാറിൻ്റെ ഓണർഷിപ്പ്, അതായത് ലീഗലായിട്ടുള്ള ആ ഓണർഷിപ്പ് ആ ഇൻഷുർഡ് കമ്പനിക്ക് ലഭിക്കുന്നതാണ്. സോ അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ? ഇൻ കേസ് ഓഫ് ദ മിസ്ഹാപ്പ് ദ ഇൻഷുർഡ് മസ്റ്റ് ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്സ് ടു റിഡ്യൂസ് ഓർ മിറ്റിഗേറ്റ് ദ ലോസ് ഓർ ഡാമേജ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. അതായത് ഞാൻ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കാർ ഇൻഷൂർ ചെയ്തു എന്ന് വെച്ചിട്ട് എന്തെങ്കിലും അതിനൊരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം പരമാവധി കുറയ്ക്കാനുള്ള എല്ലാ വഴികളും ഞാൻ എടുക്കേണ്ടതാണ്. അതായത് ഇൻഷൂർ ചെയ്തതുകൊണ്ട് അത് ആ നഷ്ടം വന്നോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അതിന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. സോ ആ ഇൻഷൂർ ചെയ്ത സ്ഥാപനത്തിന് ഒരു തീപിടുത്തം ഉണ്ടായി. സോ ആ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇത് ഇൻഷൂർ ചെയ്തതാണ്, അതുകൊണ്ട് ഇത് തീ കത്തിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. പകരം ആ തീപിടുത്തം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. So the last principle is principle of coxa proxima. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കോക്സ പ്രോക്സിമ അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് നിയറസ്റ്റ് കോസ്? According to this principle, the insured can claim compensation only if the loss is occurred by the event insured against. അതായത് നമ്മൾ ഇൻഷൂർ ചെയ്യുമ്പോൾ ഇൻഷൂർ ചെയ്യുമ്പോൾ നമുക്കറിയാമേ ഭാവിയിൽ എന്തൊക്കെ അതിന് വരെ ഒരു മുൻകൂട്ടി നമ്മൾ ഏകദേശം കാണാൻ ശ്രമിക്കും. നമുക്ക് അൺസർട്ടനിറ്റി ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഭാവിയിൽ എന്തൊക്കെ നഷ്ടങ്ങൾ നമുക്കിതിന് വരാൻ സാധ്യതയുണ്ട്. സോ അതിനാണ് നമ്മൾ ഇൻഷൂർ ചെയ്യുന്നത്. ഒരു ഉദാഹരണം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഫാർമർ തൻ്റെ പ്രൊഡക്ട്സ് ഒരു ലോറിയിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു. സോ ആ ലോറിക്ക് ഇൻഷുറൻസ് ഉണ്ടാവും, നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ടാവും. ഈ ലോറി ട്രാൻസ്പോർട്ടേഷൻ, അതായത് ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം ബിസിനസ് സപ്പോർട്ട് സർവീസിൻ്റെ ഒരു ഭാഗമാണ്. സോ ഈ ലോറിയിൽ കയറ്റി അയക്കുന്ന സാധനങ്ങൾ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തെത്തുകയും അവിടുന്ന് ലോഡ് ചെയ്യാൻ താമസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആ പ്രൊഡക്ട്സിന് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഫാർമർ തൻ്റെ പ്രൊഡക്റ്റായ ഓറഞ്ചുകൾ മറ്റൊരു സ്ഥലത്തേക്ക് കയറ്റി അയക്കുകയാണ്. സോ നമുക്കറിയാം ഏകദേശം ഇത്ര സമയത്തിനുള്ളിൽ ഈ സാധനം അവിടെ എത്തും, അതിനു മുമ്പ് ഇതിന് കേടുവരികയില്ല, ഓറഞ്ചിന് കേടുവരികയില്ല, നമുക്കൊരു ഫാർമർക്ക് ഏകദേശം അറിയാൻ പറ്റും. സോ അയാൾ ലോറിയിൽ തൻ്റെ സാധനങ്ങൾ കയറ്റി അയച്ച് അവിടെ എത്തി. എന്നാൽ ലോറിയിൽ നിന്ന് ആ ഓറഞ്ചുകൾ അൺലോഡ് ചെയ്യാനുള്ള താമസം മൂലം ആ ഓറഞ്ചുകൾ മോശമായിപ്പോയി. സോ അതിനൊരിക്കലും നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുകയില്ല. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോക്സ പ്രോക്സിമ എന്ന് പറയുന്നത്. സോ ഇൻഷുറൻസ് എന്താണ് പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കാം. ബിസിനസ് സപ്പോർട്ട് സർവീസിന്റെ അടുത്ത വിഭാഗമായ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമുക്കിനി പഠിക്കാം. സോ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ? The goods have to be carried from place to place of production to the people or for the consumption and use. The process of carrying goods and passengers from one place to another is termed as transportation. So transportation എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വ്യക്തികളെയോ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഗുഡ്സോ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്കത് കച്ചവടം അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ആ പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ പല തരങ്ങളിലുണ്ട്. അതായത് റോഡ്, റെയിൽ, വാട്ടർ ആൻഡ് എയർ, ഇങ്ങനെ 4 ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പരിചയപ്പെടുന്നതിന് മുമ്പ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Transport plays a very important role in distribution of goods both within a country and across the borders. അതായത് ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ട്രേഡിൽ ഒരു വൈറ്റൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. അതായത് എങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തുണ്ടാക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് മറ്റൊരു സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ഹോൾസെയിലറിലേക്കോ അല്ലെങ്കിൽ റീറ്റെയിലറുടെ അടുത്തേക്കോ എത്തണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കൂടിയേ തീരുള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിലോ രാജ്യത്തിന് പുറത്തോ നമുക്ക് എവിടെ ഈ പ്രൊഡക്ട്സ് എത്തിക്കണമെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കൂടിയേ തീരുള്ളൂ. സോ ട്രാൻസ്പോർട്ടേഷൻ ഒരു വൈറ്റൽ റോൾ ഇതിൽ പ്ലേ ചെയ്യുന്നു. Second one, transportation helps in bringing out the stable and uniform prices in different markets as traders are able to adjust the supply of goods at different places according to the changing demand. Transportation productsന്റെ
സ്റ്റേബിൾ ആയിട്ടൊരു വില നിർണ്ണയത്തിന് സഹായിക്കുന്നു. എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ പ്രൊഡക്ട്സിൻ്റെ സ്കേസിറ്റി കൂടുന്തോറും പ്രൊഡക്ട്സിന് നമ്മുടെ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അവർ അതിൻ്റെ വില ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ പ്രൊഡക്റ്റിൻ്റെ സ്കേസിറ്റി ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ അതിൽ പ്രൊഡക്ട്സ് മാർക്കറ്റുകളിൽ എത്തിക്കുകയും സ്കേസിറ്റി അതായത് വില നിയന്ത്രണം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. Consumers have the benefit of getting goods at the doorstep and have a wider choice of goods at competitive prices. ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ വില നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പഠിച്ചല്ലോ. സോ അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് ഗുഡ്സ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസസ്. അതായത് തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ വിവിധ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാകും. സോ അതേ എല്ലാ പ്രൊഡക്ട്സും നമുക്കൊരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അതായത് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ ഇൻഡസ്ട്രി. സോ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ നമുക്ക് വിവിധതരം റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. സോ ആ റോ മെറ്റീരിയൽസ് ആ കമ്പനികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഗ്രോത്ത് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്മൂത്തായി റൺ ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ ഇൻഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. അതായത് ആ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലേക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് കൊണ്ടുവരികയും സോ റോ മെറ്റീരിയൽസിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് മാർക്കറ്റുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ സഹായിക്കുന്നു. The international competition is encouraged with the improved transport system. This makes global market accessible to sellers and buyers of different countries. അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് എത്തണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കൂടിയേ തീരുള്ളൂ. സോ ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മെ സഹായിക്കുകയും അത് നമുക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സ് എത്തിപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ വിവിധ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ 4ആയി തരംതിരിച്ചിരിക്കുന്നു. റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. സോ ഇതൊക്കെ സിമ്പിളാണ്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്കിലും എന്താണ് റോഡ് ട്രാൻസ്പോർട്ട്? ട്രാൻസ്പോർട്ട് ബൈ റോഡ് ഈസ് അണ്ടർടേക്കൺ ത്രൂ ആനിമൽസ്, വെഹിക്കിൾസ് ഓർ യൂസ് ഓഫ് ആനിമൽസ് ഓർ വെഹിക്കിൾസ് ഓർ ബൈ മെഷീൻസ് എക്സെട്ര. അതായത് റോഡിലൂടെ നമ്മൾ കൊണ്ടുപോകുന്ന പണ്ട് കാലം നമുക്കറിയാം ആനിമൽസിനെ ഉപയോഗിച്ചാണ് നമ്മൾ റോഡുകളിലൂടെ പ്രൊഡക്ട്സ് കൊണ്ടുപോയിരിക്കുന്നത്. അതിനുശേഷം ആനിമൽസ് ഉപയോഗിക്കുന്ന വണ്ടികളിലൂടെ ഇപ്പോൾ നമുക്കറിയാം വിവിധതരം അതായത് മെഷീൻസ് ഉപയോഗിക്കുന്ന വണ്ടികളിലൂടെ നമ്മൾ റോഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതായത് ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. സോ അതാണ് റോഡ് ട്രാൻസ്പോർട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് റെയിൽ ട്രാൻസ്പോർട്ട്. Rail transport refers to the movement of passengers and goods by trains which are only on railway tracks or laid out for the purpose. റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് റെയിൽവേ ലൈനിലൂടെ അതായത് ഫോർ സ്പെസിഫിക് പർപ്പസിലൂടെ റെയിൽവേ ലൈനിലൂടെ നമ്മൾ ഗുഡ്സോ അല്ലെങ്കിൽ വ്യക്തികളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ ട്രാൻസ്പോർട്ട്. Water transport refers to the movement of goods and passengers on waterways by using various means like boats, steamers, launches, ships, etc. അതായത് ജലഗതാഗതത്തിലൂടെ നമ്മൾ വ്യക്തികളെയോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. അതിന് നമ്മൾ ഷിപ്സ്, ബോട്ട്സ് അതുപോലുള്ള ജലഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എയർ ട്രാൻസ്പോർട്ട്. എന്താണ് എയർ ട്രാൻസ്പോർട്ട്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബൈ യൂസിങ് എയർക്രാഫ്റ്റ് ഈസ് ടേംഡ് ആസ് എയർ ട്രാൻസ്പോർട്ട്. അതായത് വായുമാർഗത്തിലൂടെ എയ്റോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ കാരിയർ പ്ലെയിൻസ് തുടങ്ങിയവ വായുമാർഗത്തിലൂടെ നമ്മൾ ഗുഡ്സോ അല്ലെങ്കിൽ വ്യക്തികളെയോ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. സോ ഇത്